ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണേ അല്ലെങ്കിൽ വരുന്ന വഴിയാണേ, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണേ അല്ലെങ്കിൽ പോകുന്ന വഴിയാണേ എന്നൊക്കെ പറയുന്നതിനെ ഇംഗ്ലീഷിലെ ഒരൊറ്റ സെൻറ്റൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഏതാണ് ആ സെൻറ്റൻസ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. ഐ ആം ഓൺ മൈ വേ. ഇതാണ് ആ സെൻറ്റൻസ്. ഐ ആം ഓൺ മൈ വേ. എന്താ അർത്ഥം? ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണേ അല്ലെങ്കിൽ ഞാൻ വരുന്ന വഴിയാണേ, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണേ അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴിയാണേ. ഇനി ഇത് ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ് നോക്കൂ. ഐ ആം ഓൺ മൈ വേ ടു യു. ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. ഐ ആം ഓൺ മൈ വേ ടു യു. ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഐ ആം ഓൺ മൈ വേ ഹോം. ഞാൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് നമ്മൾ ഓഫീസിലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയാണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലെ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറയുകയാണ് ഐ ആം ഓൺ മൈ വേ ഹോം. എന്താ അർത്ഥം? ഞാൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വീട്ടിലുള്ള ആളോടാണ് പറയുന്നത്. ഇനി മറിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിലെ ഓഫീസിൽ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ആളോട് പറയുകയാണ് ഐ ആം ഓൺ മൈ വേ ഹോം. എന്താ അർത്ഥം? ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്തുള്ള ആളോടാണ് പറയുന്നത്. അപ്പോൾ സന്ദർഭം അനുസരിച്ച് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് രണ്ട് രീതിയിലും അർത്ഥം പറയാം. ഇനി അടുത്തത് ഐ ആം ഓൺ മൈ വേ ദെയർ. ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് രീതിയിലും അർത്ഥം പറയാം. സന്ദർഭം അനുസരിച്ച് രണ്ട് രീതിയിലും അർത്ഥം പറയാം. ആരോടാണ് പറയുന്നത് അതിനനുസരിച്ച്. ഇനി അടുത്ത സെൻറ്റൻസ് ഐ ആം ഓൺ മൈ വേ ടു ഡൽഹി. ഞാൻ ഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ ആം ഓൺ മൈ വേ ടു ഡൽഹി. ഞാൻ ഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടി വലിയ സെൻറ്റൻസിൽ ഉപയോഗിച്ച് നോക്കാം. ഡോണ്ട് വെറി, ഐ ആം ഓൺ മൈ വേ, ഐ വിൽ ബി ദെയർ സൂൺ. വിഷമിക്കേണ്ട, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ ഞാൻ അവിടെ എത്തും. ഡോണ്ട് വെറി എന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ട. ഐ ആം ഓൺ മൈ വേ എന്ന് പറഞ്ഞാൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ വിൽ ബി ദെയർ സൂൺ. ഞാൻ ഉടനെ തന്നെ അവിടെ എത്തും. ഐ വിൽ ബി ദെയർ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എത്തും. സൂൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അല്ലെങ്കിൽ ഉടനെ തന്നെ. ഇനി അടുത്ത സെൻറ്റൻസ് ഇഫ് ഷീ ഫോൺസ് അഗെയിൻ ടെൽ ഹെർ ഐ ആം ഓൺ മൈ വേ. അവൾ വീണ്ടും വിളിക്കുകയാണെങ്കിൽ അവളോട് പറയണം ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ഇഫ് ഷീ ഫോൺസ് അഗെയിൻ എന്ന് പറഞ്ഞാൽ അവൾ വീണ്ടും വിളിക്കുകയാണെങ്കിൽ, അഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും, അവൾ വീണ്ടും വിളിക്കുകയാണെങ്കിൽ ടെൽ ഹെർ അവളോട് പറയണം. ടെൽ എന്ന് പറഞ്ഞാൽ പറയുക. ടെൽ ഹെർ അവളോട് പറയണം ഐ ആം ഓൺ മൈ വേ, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ വീണ്ടും വിളിക്കുകയാണെങ്കിൽ അവളോട് പറയണം ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഐ എന്ന സബ്ജക്റ്റ് മാറ്റി വേറെ സബ്ജക്റ്റുകൾ ഉപയോഗിച്ച് നോക്കാം. ഷീ ഈസ് ഓൺ ഹെർ വേ ടു യു. അവൾ നിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ട് ഹെർ വേ എന്നാണ് പറയേണ്ടത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഹി ഈസ് ഓൺ ഹിസ് വേ ടു കാനഡ. അവൻ കാനഡയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവൻ കാനഡയിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ സബ്ജക്റ്റ് ഹി ആയതുകൊണ്ട് ഹിസ് വേ എന്നാണ് പറയേണ്ടത്. ഇനി അടുത്തത് രാഹുൽ ഈസ് ഓൺ ഹിസ് വേ ടു ഓഫീസ്. രാഹുൽ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ രാഹുൽ ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ രാഹുൽ ഓഫീസിലേക്ക് വരികയാണ്. മൂന്ന് രീതിയിലും അർത്ഥം പറയാം. ഇവിടെ സബ്ജക്റ്റ് രാഹുൽ എന്നായതുകൊണ്ട് ഹിസ് വേ എന്നാണ് പറയേണ്ടത്. ഇനി അടുത്തത് വി ആർ ഓൺ അവർ വേ ടു യുവർ ഹൗസ്. ഞങ്ങൾ നിൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സബ്ജക്റ്റ് വി ആയതുകൊണ്ട് അവർ വേ എന്നാണ് പറയേണ്ടത്. ഇനി അടുത്തത് ദേ ആർ ഓൺ ദെയർ വേ ഹിയർ. അവർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദേ എന്നുള്ളതാണ് സബ്ജക്റ്റ്, അതുകൊണ്ട് ദെയർ വേ എന്നാണ് പറയേണ്ടത്. ഇനി അടുത്തത് മൈ ഫ്രണ്ട്സ് ആർ ഓൺ ദെയർ വേ ഫ്രം ബാംഗ്ലൂർ. എൻ്റെ സുഹൃത്തുക്കൾ ബാംഗ്ലൂരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൈ ഫ്രണ്ട്സ് എന്നുള്ളതാണ് സബ്ജക്റ്റ്, അതുകൊണ്ട് ദെയർ വേ എന്നാണ് പറയേണ്ടത്. മൈ ഫ്രണ്ട്സ് എന്നുള്ളത് പ്ലൂരലാണ്, അതുകൊണ്ട് ദെയർ വേ എന്നാണ് പറയേണ്ടത്. ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ സംസാരത്തിൽ പറയാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.